ഞങ്ങളുടെ അടുത്ത് അത്യാധുനിക സോഫിസ്റ്റിക്കേറ്റഡ് മിസൈൽ സംവിധാനങ്ങളുണ്ട്. ഇപ്പം ശരിയാക്കി തരാം. ഞങ്ങളുടെ അടുത്ത് താടുണ്ട്, ഞങ്ങളുടെ അടുത്ത് പാട്രിയോട്ട് ഉണ്ട്, ഞങ്ങളുടെ അടുത്ത് അയൺ ഡോം ഉണ്ട്. ഞങ്ങളുടെ മറ്റേ കുഞ്ഞു 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 ഡ്രോണും പിന്നെ കുറച്ച് കുറച്ച് ബാലിസ്റ്റിക് മിസൈലും കൊണ്ടൊന്നും ഞങ്ങളുടെ അടുത്തേക്ക് വരണ്ട. വെറും 4 ആഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച തകർത്ത് തരിപ്പണമാക്കിയിരിക്കും. ഈ ഡയലോഗും പറഞ്ഞിട്ടാണ് നമ്മുടെ ട്രംപണ്ണനും ടീമും എവിടെ പോയേ? ഇറാനിലോട്ട് പോയേ. ഇപ്പം അവസാനം വെടിനിർത്തൽ ഇങ്ങനെ നീട്ടി 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 കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം താടില്ല, ഇപ്പം പാട്രിയോട്ടില്ല, ഇപ്പം മിസൈലുകളില്ല, US ബേസുകളില്ല, ഒന്നുമില്ല. നമുക്ക് ചർച്ച മതി, നമുക്ക് ചർച്ച ചെയ്ത് തീരുമാനിക്കാന്നേ. നിങ്ങൾക്ക് ഇനിയിപ്പോൾ കുറച്ചധികം ചർച്ച ചെയ്യണമെന്ന് വിചാരിക്കും. നിങ്ങളെല്ലാവരും കൂടെ കൂടിയിരുന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങ് തീരുമാനിക്കുക. എന്നിട്ട് നിങ്ങൾ വാ, അതിനുള്ള സമയം ഞാൻ നിങ്ങൾക്ക് കൂട്ടി തന്നിരിക്കുന്നു. ഇതാണിപ്പോൾ ട്രംപെണ്ണം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബേസിക്കലി സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 30-40% ഈ പറയുന്ന മിലിറ്ററി വെപ്പൺസ് ഉപയോഗിച്ച് കഴിഞ്ഞു എന്നുള്ളതാണ് ഇറാന് നേരെ. എത്ര 1200 തവണയോ അങ്ങനെ എന്തോ ഒരു വലിയ എമൗണ്ട്, അല്ലെങ്കിൽ അത്ര എന്തോ വലിയ റൗണ്ട് ഓഫ് എന്താ പറയുക വെടിയുതിർക്കലുകൾ യഥാർത്ഥത്തിൽ ഇറാനെതിരെ അമേരിക്ക നടത്തി എന്നാണ് പറയുന്നത്. മാത്രമല്ല ബില്യൺ അല്ലെങ്കിൽ ട്രില്യൺ കണക്കിന് ഡോളറിന്റെ നഷ്ടമാണ് അമേരിക്കക്ക് ഉണ്ടായേക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ സാധനങ്ങളുണ്ടല്ലോ, ഏത് താട്, പാട്രിയോട്ട്, അയൺ ഡോം പോലെയുള്ള സാധനങ്ങൾ, ഇതൊക്കെ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ ലോകത്തിന്റെ ഏത് ദിശയിൽ നിന്നും എത്ര സ്പീഡിൽ വരുന്ന മിസൈലുകളാണെന്നുണ്ടെങ്കിലും ഞങ്ങൾ പുഷ്പം പോലെ അടിച്ചിടും എന്ന് പറയുന്ന സാധനമാണ്. അപ്പോൾ ഇങ്ങനെ ഇവർ അടിച്ചിട്ടിട്ടുണ്ട്, അത് ശരിയാണ്. എന്നിട്ട് അടിച്ചിട്ടിട്ട് അതിന്റെ അവശിഷ്ടങ്ങൾ വീണിട്ട് കുറെ ആൾക്കാർ മരിച്ചിട്ടുമുണ്ട്. പക്ഷെ ഇതിലൊക്കെ രസകരമായിട്ടുള്ള സാധനം എന്താണെന്നറിയോ? ഇറാന് 1969, അതായത് അമേരിക്കയായിട്ട് നല്ല ബൈ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന സമയത്ത് ഇറാൻ അമേരിക്കയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള F5 വിമാനം, അതായത് ആലോചിക്കണം, 69 വാങ്ങിയതാണ്. 79, 89, 90 എത്ര വർഷമായി? 40-45 വർഷം പഴക്കമുള്ളൊരു വിമാനം. ഈ വിമാനം എന്താ പറയുക, US ബേസുകളെ ആക്രമിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ വിമാനത്തിനെ ഇറാൻ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് വരുന്നത്. അപ്പൊ ഇവരുടെ താടും പാട്രിയോട്ടൊക്കെ എവിടെ? ഇപ്പൊ ChatGPT ചോദിക്കുന്ന സമയത്ത് ChatGPT പറയുന്ന ഉത്തരം എന്താണെന്നറിയോ? ആൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ് ഈ പറയുന്ന വിമാനങ്ങൾ ഉപയോഗിച്ചിട്ട് അമേരിക്കൻ ബേസുകൾ അറ്റാക്ക് ചെയ്യാനെന്നാണ്. അപ്പൊ ChatGPTക്ക് വരെ എന്താ പറയാ, ChatGPT കൺവിൻസ്ഡ് ആയിട്ടുള്ള ഉത്തരവാ പറയുന്നത്. ജെമിനിനോട് ചോദിച്ചാൽ ജെമിനി കൺവിൻസ്ഡ് ആയിട്ടുള്ള ഉത്തരം പറയുന്നത്. പക്ഷെ ഈ തിയറിറ്റിക്കൽ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഏറ്റവും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് ഉപയോഗിക്കുന്ന തരത്തിലുള്ള റഡാറുകൾ അല്ലെങ്കിൽ അത്തരം ഈ സിസ്റ്റങ്ങളൊക്കെ മനുഷ്യന്റെ ബുദ്ധി കൊണ്ട്, അതായത് മനുഷ്യന്റെ തലച്ചോറുണ്ടല്ലോ, ഈ തലച്ചോറ് കൊണ്ട് നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ എന്നാണ് ശരിക്കും ഇറാൻ ഈ ഒരു യുദ്ധത്തിൽ കാണിച്ചത്. എന്നിട്ട് കുറച്ച് റിസർച്ച് പേപ്പറുകൾ നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത്, അതായത് എന്തെങ്കിലും തരത്തിൽ ഒരു സാധ്യതയുണ്ടോ ഈ ഫൈറ്റർ ജെറ്റിനെ ഉപയോഗിക്കാൻ എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് കാണുന്ന ഒരു സാധനം എന്താ വെച്ച് കഴിഞ്ഞാൽ 1969 ടെക്നോളജിയാണത്, അല്ലെങ്കിൽ അത്രയും വർഷം പഴക്കമുള്ള ഒരു വിമാനമാണത്, അല്ലെങ്കിൽ ഒരു ഫൈറ്റർ ജെറ്റാണത്. അതായത് റിവേഴ്സ് ടെക്നോളജി വഴി, അതായത് ഈ സാധനങ്ങളൊക്കെ അഴിച്ച് ഊരിയെടുത്തിട്ട് ഇതിന്റെ കോമ്പോണൻസ് പുനർനിർമ്മിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇറാൻ ചെയ്തേക്കുന്നതെന്നാണ് പറയുന്നത്. എന്നിട്ട് ഇറാന്റെ ഒരു വിമാനമായിട്ട് മാറ്റി, അല്ലെങ്കിൽ ഇറാൻ സ്വന്തമായിട്ട് വികസിപ്പിക്കുന്ന ഒരു വിമാനമാക്കി അതിനെ കൺവേർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്നിരുന്നാലും ഇതിന് ഏതെങ്കിലും തരത്തിലുള്ള സ്റ്റെൽത്ത് കപ്പാസിറ്റിയോ, അല്ലെങ്കിൽ ഇതിന് ലോങ് റേഞ്ചിൽ പറക്കാനുള്ള കപ്പാസിറ്റിയോ, അല്ലെങ്കിൽ ഇതിന്റെ മെനൂവറബിലിറ്റിയുടെ ഒരു ഫ്ലെക്സിബിലിറ്റിയോ, ഇതൊന്നും അത്രയും ഈ പറയുന്ന F-15 ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഒട്ടും സോഫിസ്റ്റിക്കേറ്റഡ് അല്ല. പിന്നെ കുഞ്ഞു വിമാനമാണ്, ഒരൊറ്റ ഫൈറ്ററിന് മാത്രമേ ഇതിനകത്ത് ഇരുന്ന് എന്താ പറയുക ഇത് കൺട്രോൾ ചെയ്യാനും പറ്റുള്ളൂ. അപ്പൊ അങ്ങനത്തെ സാഹചര്യത്തിൽ എന്തായിരിക്കാം അതിനെ യൂസ് ചെയ്യാനുള്ള ഒരു കാരണം, അല്ലെങ്കിൽ അതിനെ എങ്ങനെ യൂസ് ചെയ്തിരിക്കാം എന്നുള്ളതാണ്. അവിടെയാണ് ഇറാന്റെ ഡ്രോണുകൾ വഹിക്കുന്ന പങ്ക് എന്ന് പറയുന്നത്. ഇറാന്റെ ഡ്രോണുകളെ ഇറാൻ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി മാത്രമല്ല ശരിക്കും യൂസ് ചെയ്യുന്നത്. അതായത് ഇറാന്റെ ഡ്രോണുകൾ എന്ന് പറയുന്നത് ഒരു വാർ ഹെഡ് ആണെന്നുള്ളത് നമുക്കറിയാം. അതായത് അതിനകത്ത് എക്സ്പ്ലോസീവ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. ഇത് എവിടെയെങ്കിലും പോയി ഇടിച്ച് കഴിഞ്ഞാൽ ഇത് പൊട്ടിത്തെറിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷേ ഇതിന്റെ രസം എന്താണെന്നറിയോ? ഇറാൻ കുറേ ഡ്രോണുകളെ ഒരു US ബേസിലേക്ക് അയക്കാന്ന് വിചാരിക്കുക. ഒരു 50 ഡ്രോണുകളെ ഒരുമിച്ച് US ബേസിലേക്ക് അയക്കാന്ന് വിചാരിക്കുക. അതേ കൂടെ തന്നെ അതിൻ്റെ കൂടെ 2 മിസൈലും വരുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ഈ ബേസിലുള്ള റഡാറിന് ചിലപ്പോൾ ആ റഡാറിന് ഒരു കപ്പാസിറ്റി ഉണ്ടാവും ഈ ടാർഗറ്റുകളെ അനലൈസ് ചെയ്യാനും അല്ലെങ്കിൽ ടാർഗറ്റുകളെ ലോക്ക് ചെയ്യാനും.
അപ്പൊ ആ കപ്പാസിറ്റിക്ക് അപ്പുറത്തേക്കുള്ള എണ്ണം, നമ്പർ ഓഫ് വാർ ഹെഡ്സ് ഒരുമിച്ച് വരുന്ന സമയത്ത് ഈ സാധനം കൺഫ്യൂസ്ഡ് ആവും. ഇങ്ങനെ ഇത് കൺഫ്യൂസ്ഡ് ആവുന്ന സമയത്താണ് കുറേയൊക്കെ ഈ സാധനം അടിച്ചിടും. എന്നാൽ ഇതിന് ട്രാക്ക് ചെയ്യാൻ പറ്റാത്ത എണ്ണത്തിന് പുറത്തുള്ളത് എന്ത് ചെയ്യും? ഈ US ബേസിൽ പോയി വീഴുകയും ചെയ്യും. അപ്പൊ ഈ സാധനങ്ങളെല്ലാം അയച്ച് അതിന്റെ പുറകിലായിട്ട് ഈ പറയുന്ന ഒരു F5 പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഒരു കാരണവശാലും ഇതിനെ അടിച്ചിടാൻ പറ്റില്ല എന്നാ പറയുന്നത്. മാത്രമല്ല ഡമ്മി ആയിട്ടുള്ള എന്താ പറയാ ഈ പറയുന്ന ഡ്രോണുകളെ ഇറാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ വരുന്നൊരു വ്യത്യാസം എന്താണെന്നറിയോ? ഹ്യൂജ് ഇംബാലൻസ് ആണ് ഈ ചെലവിൽ വരുന്നത്. അതായത് ഒരു 2 ലക്ഷം 3 ലക്ഷം അല്ലെങ്കിൽ 20 ലക്ഷം ഒക്കെ വില വരുന്ന ഒരു ഡ്രോണിനെ അടിച്ചിടാൻ വേണ്ടിയിട്ട് ഇവർ യൂസ് ചെയ്യുന്നത് കോടിക്കണക്കിന് ഡോളർ വില വരുന്ന താഡ് പോലെയുള്ള സംവിധാനങ്ങളെയാണ്, അല്ലെങ്കിൽ പാട്രിയോട്ട് പോലെയുള്ള സംവിധാനങ്ങളെയാണ്. അപ്പൊ ആ ഇംബാലൻസ് എന്ന് പറയുന്നത് ഹ്യൂജ് ആണ്. അതായത് അമേരിക്കൻ കോൺഗ്രസ്സിൽ ഈ അമേരിക്ക വെച്ചിട്ടുള്ള ഈ പറയുന്ന വാറിന്റെ എന്താ പറയുക ബജറ്റ് തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാവും എത്രത്തോളം ഇരട്ടിയാണ് ഇപ്പൊ അവർ ചോദിച്ചേക്കുന്നത് എന്നുള്ളത്. അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഈ കുഞ്ഞു കുഞ്ഞു ഡ്രോണുകളെ അടിച്ചിടാൻ വേണ്ടിയിട്ട് ഇവർ ഉപയോഗിക്കുന്നത് കോടിക്കണക്കിന് ഡോളർ ആണെന്നുള്ളത്. അതായത് എക്സ്ട്രീം ഇംബാലൻസ്, അതായത് ഒരു വാർ ഹെഡ്സിൽ വരുന്ന എക്സ്ട്രീം ഇംബാലൻസ് ആണ് അവിടെ ഉള്ളത് എന്നുള്ളതാണ്. പിന്നെ മാത്രമല്ല അതിലും വേറെ രസകരമായിട്ടുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇവരെ നമുക്കറിയാമല്ലോ F-15 യൂസ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ B-2B ബോംബറുകൾ യൂസ് ചെയ്യുന്നുണ്ട്, ഇങ്ങനത്തെ വിമാനങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇറാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ബാലിസ്റ്റിക് മിസൈലുകളെയാണ്, അല്ലെ? ക്രൂസ് മിസൈലുകളെ അല്ല യൂസ് ചെയ്യുന്നത്, ബാലിസ്റ്റിക് മിസൈലുകളാണ്. ബാലിസ്റ്റിക് മിസൈലുകൾക്ക് ശരിക്കും ഈ ഫ്യൂവലും അതേപോലെ തന്നെ എഞ്ചിൻ്റെയും ആവശ്യം അതിനെ കറക്റ്റായിട്ട് ഇവിടുന്ന് പൊക്കിക്കൊണ്ട് പോയി അതിന്റെ കറക്റ്റ് ആ ഒരു പോയിന്റിലോട്ട് എത്തിക്കുക എന്ന് പറയുന്ന ആവശ്യത്തിന് വേണ്ടിയാണ്. ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് ഇപ്പൊ നമ്മളൊരു മാവിന് കല്ലെറിയുന്ന സമയത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമല്ലോ, ഇത്ര ഫോഴ്സിൽ എറിഞ്ഞു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് ആ ടാർഗറ്റിൽ ഹിറ്റ് ചെയ്യും എന്നുള്ള ഒരു മനക്കണക്ക് നമുക്കുണ്ടാവും. അതേപോലെ തന്നെയാണ് ഈ ബാലിസ്റ്റിക് മിസൈൽ വർക്ക് ചെയ്യുന്നത്. അതായത് ഇവിടുന്ന് ഇത് ലോഞ്ച് ചെയ്യുമ്പോൾ ഇത്ര ഡിഗ്രിയിൽ ഇത്ര ഫോഴ്സിൽ ഇത് ഇവിടുന്ന് വിട്ട് കഴിഞ്ഞാൽ ഇത്ര ദൂരം സഞ്ചരിച്ച് ഇത് ഇന്ന സ്ഥലത്ത് പോയി വീഴും എന്നുള്ള ഒരു കാൽക്കുലേഷനാണ്. അപ്പൊ അവിടെ ടാർഗറ്റിനെ ടാർഗറ്റ് ഫിക്സ് ചെയ്തിട്ട് ഹിറ്റ് ചെയ്യുന്നതിന് പകരം നേരെ ബേസുകളെയോ അല്ലെങ്കിൽ ഇപ്പൊ ഇസ്രായേലിന്റെ ഏതെങ്കിലും സ്ഥലത്തൊക്കെ പോയി വീഴുന്ന രീതിയിലാണ് ഇത് ഉണ്ടാവുക. അപ്പൊ ഇവിടുന്ന് അങ്ങ് എറിയുമ്പോഴുള്ള നമ്മുടെ ഫോഴ്സ് പോലെ തന്നെയാണ് ഈ ബാലിസ്റ്റിക് മിസൈലുകൾ ഇവിടുന്ന് വിടാനുള്ള ഫോഴ്സ് ആണ് ബേസിക്കലി ഈ എഞ്ചിനും ഫ്യൂലൊക്കെ വരുന്നത്. പിന്നീട് ഇത് ഒരു സ്ഥലത്ത് പോയി അങ്ങ് വീഴുകയാണ്, നേരെ കുത്തനെ വന്ന് വീഴുകയാണ്. അങ്ങനെ വീഴുന്ന സമയത്ത് ഇതിന്റെ സ്പീഡ് എന്ന് പറയുന്നത് ഏകദേശം മാക് 5 മുകളിലോട്ട് ഇതിന്റെ സ്പീഡ് വരും. മാക് 5 മുകളിൽ സ്പീഡിൽ വരുന്ന സാധനങ്ങളൊന്നും കറക്റ്റ് കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ കറക്റ്റ് ട്രാക്ക് ചെയ്ത് ഹിറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ശരിക്കും ഈ അയൺ ഡോമിൽ ഇല്ല. അയൺ ഡോമിലുള്ളത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഹിസ്ബുള്ളയും ഹമാസൊക്കെ യൂസ് ചെയ്യുന്ന ചെറിയ ഈ പറയുന്ന ഷോർട്ട് റേഞ്ച് റോക്കറ്റുകളെ ട്രാക്ക് ചെയ്യാനുള്ള സിസ്റ്റമാണത്. അല്ലാതെ ഇറാന്റെ കയ്യിലുള്ള വലിയ ബാലിസ്റ്റിക് മിസൈലുകളെ ട്രാക്ക് ചെയ്യാനുള്ള സിസ്റ്റം അല്ല. പക്ഷെ പാട്രിയോട്ടും താടൊക്കെ അത്തരം സിസ്റ്റങ്ങളെ എന്താ പറയാ ട്രാക്ക് ചെയ്യും എന്നാണ് പറയുന്നത്. പക്ഷെ അവിടെയും വേറെ രസമുണ്ട്. അതായത് മെന്യൂവറബിലിറ്റി ഉള്ള കൈൻഡ് ഓഫ് മിസൈലുകൾ ഇറാൻ യൂസ് ചെയ്യുക. അതായത് ടാർഗറ്റിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ ഇപ്പൊ ഒരേ സ്പീഡിൽ ഈ പറയുന്ന മിസൈലിന് ഇത് താട് പോലുള്ള സിസ്റ്റം കാൽക്കുലേറ്റ് ചെയ്യുന്നത് എത്ര സ്പീഡിൽ വരുന്നു, ഇത് സിവിലിയൻ ഏരിയയിലോട്ടാണോ വരുന്നത് അല്ലെങ്കിൽ മിലിറ്ററി ഏരിയയിലോട്ടാണോ വരുന്നത്, അതോ ആൾക്കാർക്ക് അപകടമൊന്നുമില്ലാത്ത വേറെ ഏതെങ്കിലും സ്ഥലത്തായിട്ടോ ആയിരിക്കും അത് പോയി വീഴുക എന്നുള്ളത് ഇത് കാൽക്കുലേറ്റ് ചെയ്യും. അങ്ങനെ സ്പീഡും ഈ സ്ഥലമൊക്കെ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷമാണ് ഇത് പ്രവർത്തിക്കുന്നത്. അപ്പൊ ആൾക്കാർക്കൊന്നും അപകടമില്ലാത്ത ഏതെങ്കിലും ഒഴിഞ്ഞ സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ഇത് സിംപ്ലി ലീവ് ചെയ്യും, അത് അവിടെ പോയി ചാടിക്കോട്ടെ എന്ന് വിചാരിക്കും. പക്ഷേ ഈ പറയുന്ന സിവിലിയൻ ഏരിയയിലേക്കൊക്കെയാണ് വരുന്നത് എന്നുള്ളത് കാൽക്കുലേഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ ഈ സാധനം ആക്ട് ചെയ്യുകയും ചെയ്യും എന്നുള്ളതാണ്. പക്ഷെ അവിടെയുള്ളൊരു പ്രശ്നം ഇതിന്റെ സ്പീഡ് ഒരേ നേർരേഖയിൽ ഈ സാധനം വരുമ്പോഴാണ് ആ കറക്റ്റ് അത് ഇന്ന സ്ഥലത്ത് എത്തും എന്നുള്ള ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് ഈ സാധനം ഇവിടെ നിന്നുള്ള ആന്റി മിസൈലിനെ അയക്കുന്നത്. പക്ഷെ അവിടെ വേറെ രസമുണ്ട്. ഇറാന്റെ ചില മിസൈലുകൾക്ക് ടാർഗറ്റ് എത്തുന്നതിന് മുന്നേ തന്നെ ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്നറിയോ? ഈ സാധനം ഇവിടുന്ന് ലോഞ്ച് ചെയ്യുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ടാവും, ആ പോയിന്റിലേക്കാണ് ഇത് പോവുക. അല്ലാണ്ട് ഇത് ഫ്ലക്ച്വേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഫ്ലക്ച്വേഷൻ അനുസരിച്ച് ഇതിങ്ങനെ വഴി മാറി പോകാനുള്ള കപ്പാസിറ്റി ഈ പറയുന്ന ആന്റി മിസൈലുകൾക്ക് ഇല്ല.
അപ്പൊ അങ്ങനത്തെ പ്രശ്നം കൂടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇതെല്ലാം കൂടെ അങ്ങ് ആയി ഈ പറയുന്ന രീതിയിൽ ഞങ്ങൾ ഭയങ്കര സംഭവമാണ്, ഞങ്ങളുടെ അടുത്ത് വലിയ മിസൈലുകളുണ്ട്, ഞങ്ങളെ തൊടാൻ പറ്റത്തില്ലേ, ഞങ്ങളുടെ അടുത്ത് താടുണ്ട്, ബാറ്ററി ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ ഞങ്ങളുടെ അടുത്ത് സ്ഥലത്ത് കപ്പാസിറ്റി ഉള്ള ബോംബർ വിമാനങ്ങളുണ്ട്. അതിന്റെ കാര്യമൊന്നും പറയണ്ട, ഏകദേശം 3 ഈ ഷോൾഡറിൽ വെച്ചിട്ടുള്ള സാധനം വെച്ചിട്ട് ഇറാൻ അടിച്ചിട്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഇതെല്ലാം കൂടെ അങ്ങോട്ട് കിട്ടിയിട്ട് മാത്രമല്ല 69 നിർമ്മിച്ചിട്ടുള്ള ഒരു ഫൈറ്ററിനെ ഇന്ന് 2026 നടക്കുന്ന ഒരു വാറിൽ യൂസ് ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് ബുദ്ധി വെച്ച് കളിക്കുന്നവനും കുറേ ഡോളറുകളും കുറേ സാധനങ്ങളൊക്കെ വെച്ച് കളിക്കുന്നവരും തമ്മിലുള്ള ഒരു വ്യത്യാസമാണത്. മാത്രമല്ല വാറിൽ ഗെയിൻ ഉണ്ടാക്കിയത് ഇറാൻ ആണ് താനും. അതായത് അവരുടെ ഒരു ജോഗ്രഫിക്കൽ എക്സ്പാൻഷൻ നടന്നു. അതായത് ഹോർമൂസ് ഇറാന്റെ കയ്യിലോട്ട് പോയി അവിടെ നിന്ന് ഇറാൻ വരുമാനം ഉണ്ടാക്കി കൊടുക്കും. ഇറാൻ ഒരു എക്സ്ട്രാ വരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക ഇറങ്ങിയ പോലെയാണ് എനിക്ക് ഇത് തോന്നുന്നത്. ട്രംപിനെ വിളിച്ചിട്ട് അണ്ണാ ഞങ്ങൾക്കൊരു ചെറിയ പ്രശ്നമുണ്ട്, ഒന്ന് ഇടപെടാവോ എന്ന് ചോദിച്ചിട്ട് എങ്ങാനും വന്നതാണോ എന്നും കൂടെ സംശയമുണ്ട് ഈ കാര്യങ്ങളുടെ ഒക്കെ പോക്ക് കണ്ടിട്ട്. അപ്പോ ഇതൊക്കെയാണ് ഈ വാറിൽ സംഭവിച്ചേക്കുന്നത്. ഇവര് മറ്റേ എന്താണ് വാളും പരിചയമൊക്കെ എടുത്ത് വരുന്ന സമയത്ത് ഇതേ തീർന്നു, ഇറാൻ തീർന്നു, ഇനി അങ്ങനെ രാജ്യമേ ഇല്ല എന്നുള്ള ലെവലിൽ ചിന്തിച്ചുകൊണ്ടിരുന്ന സ്ഥലത്താണ് ഇതൊന്നും ഒരു തേങ്ങയല്ല. ഇവിടെയൊക്കെ മനുഷ്യന്റെ ബുദ്ധി, മനുഷ്യന്റെ കാൽക്കുലേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ടെക്നോളജീനൊക്കെ നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇറാന് ലോകത്തിന് കാണിച്ചു കൊടുത്ത ഒരു യുദ്ധമായി പോയി ഇത് എന്നുള്ളതാണ്. പിന്നെ ഹോർമൂസിന്റെ പുറത്ത് ഇവർ കുറെ കപ്പലുകളെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. ഇവിടെയും പ്രശ്നം അത് തന്നെയാണ്. ഇവർക്ക് വലിയ വലിയ മറ്റേ ഡിസ്ട്രോയേഴ്സിനൊക്കെ കൊണ്ടുവന്നിട്ടിട്ട് ഇതൊന്ന് തിരിക്കണമെങ്കിൽ തന്നെ അത്യാവശ്യം എത്രയോ ബാരൽ എണ്ണ വേണം എന്നുള്ളതാണ്. അവിടെയാണ് ചെറിയ ചെറിയ ബോട്ടുകളും ചെറിയ ചെറിയ തോക്കുകളും ഉപയോഗിച്ചിട്ട് ഇറാൻ പോയി ഇവന്മാരെയൊക്കെ അടിച്ചിടുന്നത് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഒരു വീഡിയോ വന്നായിരുന്നേ, അതായത് ഒരു എണ്ണ ടാങ്കറിനെ ഇറാൻ ആക്രമിക്കുന്ന ഒരു വീഡിയോ ആണ്. അതായത് അതിനകത്ത് ഒരു ചെറിയ ബോട്ടിൽ പോയിട്ടാണ് ഇവര് സാധനങ്ങൾ ചെയ്യുന്നത്. അവിടെ അവർ വലിയ കോപ്റ്ററുകളോ അല്ലെങ്കിൽ കുറെ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇവർ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ മനുഷ്യന്റെ ഇച്ഛാശക്തി, മനുഷ്യന്റെ ബുദ്ധി ഇതിന്റെ അപ്പുറത്തേക്ക് ഈ പറയുന്ന താടും പാട്രിയോട്ടും മയണ്ടോം ഒന്നും അല്ല എന്ന് കാണിക്കുന്ന ഏറ്റവും പുതിയ എക്സാമ്പിൾ ആണ് ഈ ഒരു വാർ എന്ന് പറയുന്നത്. ഇത് ആദ്യമായിട്ടൊന്നുമല്ല അമേരിക്കക്ക് ഈ അടി കിട്ടുന്നത്. അമേരിക്കക്ക് കാൽക്കുലേഷൻ പിഴച്ചു പോയ കുറേ സ്ഥലങ്ങളുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ പിഴച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ വിയറ്റ്നാമിൽ പിഴച്ചിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു വിയറ്റ്നാം വാറിൽ ഇവര് നടത്തിയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതായത് എന്താ പറയുക, ഡൊമിനോ എഫക്റ്റ് ആയിരിക്കും. അതായത് വിയറ്റ്നാമിൽ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ചുറ്റുഭാഗമുള്ള സ്ഥലങ്ങളൊക്കെ കമ്മ്യൂണിസത്തിലേക്ക് പോകും. അതുകൊണ്ട് നമ്മൾ അതിനെ തകർക്കണം എന്ന് പറഞ്ഞാണ് അങ്ങോട്ട് കയറി ചെന്നപ്പോൾ അവർ വേറെ സ്ട്രാറ്റജി എടുത്തു. ഒരു വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു വാറിലോട്ട് അമേരിക്കനെ അവിടെ അങ്ങ് തളച്ചിട്ടു. അവിടെ നിന്നിട്ട് അമേരിക്കൻ പട്ടാളക്കാര് ശവപ്പെട്ടികൾ അമേരിക്കയിലേക്ക് തിരിച്ചു പോയപ്പോൾ അമേരിക്കക്കാർക്ക് ബോധം വന്നു, അവന്മാർ സമരം ചെയ്തു, അങ്ങനെ ഇട്ടെറിഞ്ഞ് അമേരിക്ക പോയി. ഇത് തന്നെയാണ് അഫ്ഗാനിസ്ഥാനിൽ സംഭവിച്ചെന്നുള്ളതാണ്. എന്നിട്ടും പാഠം പഠിച്ചിട്ടില്ല എന്നുള്ളതാണ്. ലോക രാജ്യങ്ങളുടെ മേലെ ഒരു കാര്യമില്ലാത്ത രീതിയിൽ കുതിര കയറുന്ന ഈ പരിപാടി, ഇതുകൊണ്ടൊന്നും അമേരിക്ക പഠിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കണ്ട.